സഹൃദയരെ, അടുത്തത് മലയാള നാടക ചരിത്രത്തിലെ ഫീമെയിൽ സോങ്സിൽ ഏറ്റവും പ്രഗത്ഭമായത് എന്ന് ഞാൻ കരുതുന്ന ചക്കരപ്പന്തൽ. ഇത് പൊൻകുന്നം മർക്കിയുടെ വിശറിക്ക് കാറ്റ് വേണ്ട എന്ന നാടകത്തിന് വേണ്ടി എഴുതിയതാണ്. ഈ പാട്ട് പാടിയത് ഒരു ഹെവി വെയ്റ്റ് ആയിരുന്നു AP കോമള. AP കോമള മദ്രാസിൽ ഉള്ള ഒരു തമിഴ് നേറ്റീവായിരുന്നു. മലയാളം സംസാരിക്കാനും പറയാനും അറിയാം. ഈ പാട്ടും കുറച്ച് പാട്ടുകളും മാത്രമേ മലയാളത്തിൽ പാടിയിട്ടുള്ളൂ. അതിനുശേഷം ഒരു സീനിയർ ആർട്ടിസ്റ്റായിട്ട് മദ്രാസിൽ നിന്നും കർണാടകത്തിൽ നിന്നും റിട്ടയർ ചെയ്തു. ഈ പാട്ട് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നോക്കൂ. അപാരമായ റെക്കോർഡിംഗ് ആണ് ഈ പാട്ടിൻ്റേത്. ഈ നാടകം എഴുതിയത് പൊൻകുന്നം മർക്കിയാണ്, മറ്റൊരു മഹാപ്രതിഭ. നമ്മുടെ സാഹിത്യകാരന്മാരിൽ ഏറ്റവും അഗ്രഗണ്യരായിട്ടുള്ള 4 പേരെ എടുത്താൽ അതിൽ ഒന്ന് പൊൻകുന്നം മർക്കിയായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ പൊൻകുന്നം മർക്കിയുടെ ശബ്ദിക്കുന്ന കലപ്പ എന്ന ചെറുകഥയാണ് ലോകത്തിൽ നാളിതുവരെ എഴുതപ്പെട്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും പ്രഗത്ഭമായ ചെറുകഥ എന്ന് പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കുവാൻ അധികം സാഹിത്യകാരന്മാരാരും ഉണ്ടായിരുന്നില്ല. 1910 എടത്വായിൽ ജനനം. അമ്മയുടെ വീടായ പൊൻകുന്നത്ത് പോയി വിദ്യാഭ്യാസം കഴിഞ്ഞു. മലയാളത്തിൽ ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞു. അവിടെ സ്കൂളിൽ അധ്യാപകനായി. മാനേജ്മെൻറ്റിൽ അതിൻ്റെ പുഴുക്കുത്തും അതിൻ്റെ അകത്തെ ദുർഗന്ധവും ഒക്കെ അല്പസ്വല്പം അദ്ദേഹം എഴുതാൻ തുടങ്ങി. മാനേജ്മെൻറ്റുമായിട്ടുടക്കി. പിന്നെ പാമ്പാടിയിലേക്ക് വന്നു. അവിടെ സ്കൂളിൽ ചേർന്നു, അധ്യാപനം ചെയ്തു. അപ്പോൾ സ്വാതന്ത്ര്യ സമരം മൂർച്ഛിച്ച് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ജോലിയെല്ലാം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോയി. അവിടെ ജയിൽവാസം അനുഭവിച്ചു. സാഹിത്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചു. നമ്മുടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അദ്ദേഹമാണ് തുടങ്ങിയത്. അദ്ദേഹത്തിന് അനവധി നാടകങ്ങൾ ഉണ്ട്. വിശറിക്ക് കാറ്റ് വേണ്ട, സർവേക്കല്ല്, സ്വർഗം നാണിക്കുന്നു, അൾത്താര, പൂജ, ചലനം, വഴി തുറന്നു, ഞാനൊരു അധികപ്പറ്റാണ് എന്ന് തുടങ്ങിയ 16 വളരെ ഘനമുള്ള നാടകങ്ങളും 25 വോളിയംസ് ഓഫ് ചെറുകഥകളും അനേകം ലേഖനങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1996 ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഒരു സാഹിത്യ സമ്മേളനത്തിന് വേണ്ടി വിളിക്കാൻ പോയതായിരുന്നു. അദ്ദേഹം കിടപ്പിലായിരുന്നു. അമേരിക്കയിൽ നിന്നൊരു ഡോക്ടർ വന്നിട്ട് എങ്ങനെ ഇവിടെ സാഹിത്യ സമ്മേളനം എന്തിന് നടത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ കൗതുകമായിരുന്നു. എങ്കിലും ആ കൈകളിൽ തൊടാനുള്ള മഹാഭാഗ്യം ഉണ്ടായി. AP കോമളയെയും പൊൻകുന്നം മർക്കിയെയും സ്മരിച്ചുകൊണ്ട് ഈ പാട്ട് നമുക്ക് വേണ്ടി പാടുന്നു. ധനുഷ. വയലാർ രാമവർമ്മയുടെ രചനയും ദേവരാജൻ മാസ്റ്ററുടെ സംഗീതവുമാണിത്.